ഹായ്. നമ്മള് ഈ സെഷനിൽ നോക്കുന്നത് നമ്മുടെ എസ്.ബി.ഐയുടെ ക്ലർക്കിൽ ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ്. നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. സോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് 3 ഇയേഴ്സിൽ നമ്മുടെ എസ്.ബി.ഐയുടെ ക്ലർക്കിന്റെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഈ സെഷനിലും അടുത്ത് വരാൻ പോകുന്ന സെഷനിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി എസ്.ബി.ഐയുടെ ക്ലർക്കിൽ ചോദിച്ചിട്ടുള്ള സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. പെർസെൻറ്റേജും റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ആ ഒരു സെഷൻസ് ഒക്കെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടെ നിന്ന് പ്ലേലിസ്റ്റിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ്ലി അതെല്ലാം ഒരുമിച്ച് കാണാവുന്നതാണ്. നമ്മുടെ എസ്.ബി.ഐ ക്ലർക്കിന്റെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഒരുമിച്ച് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ബാക്ക് ടു ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് ആ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഒരു തവണ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടെങ്കിലും പോകാൻ ശ്രമിക്കുക. എസ്പെഷ്യലി സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോകാം. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നിങ്ങൾക്കറിയാം എല്ലാ എക്സാംസിലും നമുക്ക് ഒരു ഷിഫ്റ്റിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ മിനിമം നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഫോർമുലാസ് ഉള്ള ഒരു ചാപ്റ്ററാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പക്ഷേ ഫോർമുലാസ് ഒന്നും തന്നെ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് വളരെ ലോജിക്കലി നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴൊക്കെ ചെയ്യുന്ന അതേ അപ്രോച്ചുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പെർസെൻറ്റേജും റേഷ്യോയും കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടും നമ്മുടെ റിയൽ ലൈഫ് കൺസെപ്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ക്വസ്റ്റൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. In Gada Electronics, the profit is 420% on cost price of television. If the cost price is increased by 35%, but the selling price does not change, what percent of the selling price will be the profit nearly? Okay, എക്സാക്റ്റ് ആയിട്ടുള്ള ചോദിക്കുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്, നിയർലി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ക്വസ്റ്റനിൽ പറയുന്നത്, ഒരു ഇലക്ട്രോണിക് ഷോപ്പ് അവിടുത്തെ ഒരു ടെലിവിഷൻ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 420% പ്രോഫിറ്റാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ CP എന്ന് പറയുന്നത് 100 ആണെങ്കിൽ, ഓക്കെ, 100 രൂപയുടെ സാധനമാണെങ്കിൽ അവിടെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 420% പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്ന് കഴിഞ്ഞാൽ 100 രൂപയുടെ സാധനമാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം എത്രയാണ്, 420 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും, നമുക്കറിയാം നമ്മുടെ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റോട് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. ഞാൻ 520 രൂപയ്ക്കായിരിക്കും ആ ആർട്ടിക്കിൾ വിറ്റോണ്ടിരിക്കുന്നത്. ലാഭം 420. അപ്പോൾ 100 രൂപയുടെ സാധനമാണെങ്കിൽ 420% പ്രോഫിറ്റ് ആണെങ്കിൽ 420 പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും, 520 ആയിരിക്കും. ഇത് റിയൽ വാല്യൂസ് അല്ല നമ്മൾ പറയുന്നത്, പെർസെൻറ്റേജ് വാല്യൂസ് ആണ് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ ക്വസ്റ്റിനിൽ കാണാൻ പറ്റും, ക്വസ്റ്റിനിൽ ഒന്നും തന്നെ റിയൽ വാല്യൂ ഇല്ല, എല്ലാം പെർസെൻറ്റേജ് ഉള്ളൂ. സോ നമ്മൾ എടുക്കുന്നതും എല്ലാം എന്ത് തന്നെയാണ്, പെർസെൻറ്റേജ് തന്നെയാണ്. നമ്മൾ പെർസെൻറ്റേജ് എഴുതുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ CP 100 ആയിട്ട് എടുത്ത് 100% ആയിട്ട് എടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ക്വസ്റ്റിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ്, നമ്മൾ ഈ പറയുന്ന സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനെ 35% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനത്തിനെ നമുക്ക് 135 രൂപ ആക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ ഒരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഇപ്പോഴും എന്ത് തന്നെയാണ്, 520 തന്നെ ആണെങ്കിൽ നമ്മുടെ ഈ പ്രോഫിറ്റ് എന്തായിരിക്കും, ഈ കണ്ടീഷനിൽ അപ്രോക്സിമേറ്റ്ലി പ്രോഫിറ്റ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. വാട്ട് പെർസെന്റ് ഓഫ് ദ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ദി പ്രോഫിറ്റ് നിയർലി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന സെല്ലിംഗ് പ്രൈസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്, സെല്ലിംഗ് പ്രൈസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ പ്രോഫിറ്റ് നിയർലി എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബേസ് ഉപയോഗിക്കാൻ പറഞ്ഞേക്കുന്ന ആരെയാണ്, കോസ്റ്റ് പ്രൈസിനെ അല്ല. ബേസ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്ന ആരെയാണ്, സെല്ലിംഗ് പ്രൈസിനെയാണ്. നമ്മൾ സാധാരണ പറയത്തില്ലേ, ഫൈൻഡ് ദി പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വാട്ട് പെർസെന്റ് ഓഫ് ദ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ദി പ്രോഫിറ്റ് നിയർലി എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചൊന്ന് പറഞ്ഞേക്കുവാണ്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് അവിടെ എഴുതാം. നമ്മൾ സാധാരണ കാണാറുണ്ട് പ്രോഫിറ്റ് ഓൺ SP എന്ന് പറയാറില്ലേ, ആ ഒരു കണ്ടീഷനാണ് നമ്മളവിടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പ്രോഫിറ്റ് എന്ന് ആദ്യം നോക്കാം. 135 രൂപയുടെ സാധനം 520 വിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ, ഇത് രണ്ടുകൂടി ഒന്ന് മൈനസ് ചെയ്താൽ പോരെ. നമുക്ക് ഈ 520യും നമ്മൾ ഈ 135 കൂടി ഒന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരും, നമുക്ക് 385 എന്ന് വരും. അപ്പോൾ അതാണ് നമുക്ക് ഈ കണ്ടീഷനിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ചോദിച്ചേക്കുന്ന അനുസരിച്ച് നമുക്ക് ആ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ഒന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ഓൺ ആര്, സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പ്രോഫിറ്റ് ഓൺ SP കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്, 385. SP എത്രയാണ്, 520 ആണ് SP എന്ന് പറയുന്നത്. പിന്നെ പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് ഇൻറ്റു 100 കൂടി എടുക്കാം. ക്വസ്റ്റിനിൽ അവർ പറയുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് തന്നെ ഒന്ന് കണ്ടുപിടിക്കാം. ആദ്യമേ ഈ 0യും ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു 10 നമുക്ക് ക്യാൻസൽ ചെയ്ത് 5 ആക്കാം. ഇതിനെ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 26 എന്ന് വരും.
ഇനി നമുക്ക് ഒന്ന് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി 5ഉം ഈ 26 കൂടെ ക്യാൻസൽ ചെയ്യും. 26നെ 25 എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരും? 5.2 എന്നാണ് ശരിക്കും വരേണ്ടത്. അപ്പോൾ നമുക്ക് 5.2 എന്ന് തന്നെ എഴുതാം. ഇനി നമ്മൾ ഇതിനെ ഒന്ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഓക്കെ, നമുക്ക് ഈ മേളിലുള്ള വാല്യൂനെ ഒന്ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആൻസർ എത്ര വരും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കത് 7 ടൈംസ് പോകും. പിന്നെ 35 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് 35 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും എന്ത് വരും? ഓൾമോസ്റ്റ് 7 വരും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ 5.2 കൊണ്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. പക്ഷേ ഡിവൈഡ് ചെയ്ത് എന്തുകൊണ്ടാണ്? 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ആൻസർ എന്താവും? വലുതാവും. ശരിക്കും ആൻസർ ഇതിനേക്കാളും ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ 77ന്റെ അടുത്ത് വരുന്ന എന്ന് പറയുമ്പോൾ 77ന്റെ അടിയിലും എന്നാൽ 77ന്റെ അടുത്ത് വരുന്ന ഓപ്ഷൻ ഏതാണ്? 74 ആണ്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? 74% ആൻസർ വരും. സോ എക്സാക്ട് ആൻസർ എന്ന് പറഞ്ഞാൽ 74%. നിങ്ങൾക്ക് എക്സാക്ട് ആൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ 52നെ അല്ലെങ്കിൽ 5.2നെ നിങ്ങൾക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ തന്നിരിക്കുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാം എക്സാക്ട് ആൻസർ കിട്ടാൻ വേണ്ടി. നമുക്കവിടെ ക്ലിയർലി പറയുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി മതി, നിയർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിയർലി 74%. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് നമ്മൾ അതിനെ കുറച്ചുകൂടി അപ്രോക്സിമേറ്റ് ചെയ്തെടുത്തു. സോ നമുക്ക് കാണാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ ആൻസർ എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A shopkeeper purchased some onion of rupees 200 per kg. 20% of the onion is rotten. At what price should he sell the remaining onion so as to earn a profit of 25%? എന്താ പറയുന്നത്? ഇപ്പം ഒരു ഷോപ്പ് കീപ്പർ ഒണിയൻ പർച്ചേസ് ചെയ്യുകയാണ്. എങ്ങനെ പർച്ചേസ് ചെയ്യുന്ന? 1 കിലോ എന്നുള്ളത് അല്ലെങ്കിൽ ലൈക്ക് 1 kg എന്നുള്ളത് 200 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയേ നമുക്കിവിടെ 100 kg ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ചെയ്യാം. ഓക്കെ, ഒരു 100 kg ആണ് ഇവിടെ ഉള്ള ഒരു ബേസ്. നമ്മൾ നേരത്തെ എടുത്തുള്ള 100 ബേസ് ആയിട്ട് എടുക്കില്ല, അതേപോലെ ഇവിടെ ഒരു 100 kg ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇവിടെ 1 കിലോ 200 രൂപ വെച്ചാണ് ചെലവാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 200 per kg ആണെങ്കിൽ നമ്മളിവിടെ 1 കിലോ 200 രൂപ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ 100 കിലോ വാങ്ങിക്കാൻ നമുക്ക് ഏകദേശം എത്ര റുപ്പീസ് ആവും? 20,000 റുപ്പീസ് ആവും. സോ ഇതാണ് നമ്മളവിടെ ചെലവാക്കിയ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് ചെലവാക്കും ഇത് വാങ്ങാൻ വേണ്ടി. എന്നാൽ ലെറ്റ്സ് സേ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അവിടെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ 20% ഓഫ് ദ ഓണിയൻ ഈസ് റോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലെ 20% ഓണിയൻ നമുക്ക് ഈ പറഞ്ഞ പോലെ വേസ്റ്റ് ആയി പോകുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം 100 kg ആണ് നമ്മൾ വാങ്ങിച്ചെങ്കിലേ അതിലെ 20% എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 20 kg തന്നെ ആയിരിക്കും. അപ്പൊ 20 kg വേസ്റ്റ് ആയി പോവാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര kg ബാക്കി കാണത്തുള്ളൂ? ബാക്കി 80 kg അല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാണത്തുള്ളൂ. അപ്പോൾ ആ 80 kg ആണ് ഇനി ബാക്കിയുള്ളതെന്ന് വിചാരിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ദി റിമൈനിങ് ഓണിയൻ സോ ആസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 25%? ആൾക്ക് എന്തും വേണം, 25% പ്രോഫിറ്റും വേണം. എന്ന് പറഞ്ഞാൽ CP ഇതാണെങ്കിൽ SP എന്ന് പറയുന്നത് എന്തായിരിക്കും? 25% പ്രോഫിറ്റ് കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 20,000ന്റെ 25% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 125%. ഓക്കെ, 125%. അങ്ങനെയാണെങ്കിൽ 2 into 125 എന്ന് പറയുമ്പോൾ എത്ര വരും? 250 എന്ന് വരും. ബാക്കി ആ പോയിന്റ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ലൈക്ക് ആ പെർസെൻറ്റേജും ഈ 2 സീറോസും കഴിഞ്ഞിട്ട് ആ ബാക്കിയുള്ള 2 സീറോ കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് 25,000 റുപ്പീസ്. അപ്പൊ ആൾക്ക് വേണ്ടിയ സെല്ലിംഗ് പ്രൈസ് എന്താണ്? ഇതാണ് ആൾക്ക് വേണ്ടിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25% ലാഭം കൂടി ചേർത്തിട്ടുള്ള വില. പക്ഷെ ഇനിയാണ് പ്രശ്നം. ഇനി എന്താ പ്രശ്നം? ആൾക്ക് ഇവിടെ ശരിക്കും എത്ര കിലോയെ വിൽക്കാനുള്ളൂ? കയ്യിൽ 100 കിലോ ഇല്ല, 20 കിലോ എന്തായിപ്പോയി? വേസ്റ്റ് ആയിപ്പോയി എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ആൾക്ക് ഈ 25,000 റുപ്പീസ് കിട്ടണം, പക്ഷെ 80 കിലോയെ വിൽക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആള് 1 കിലോ എന്ത് വിലയ്ക്ക് വിൽക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൾക്ക് 25,000 റുപ്പീസ് ആണ് കിട്ടേണ്ടത്. വിൽക്കാൻ എത്ര കിലോ ഉള്ളൂ? 80 കിലോ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ബൈ 80. അങ്ങനെയാണെങ്കിൽ 1 കിലോയുടെ വില കിട്ടത്തില്ലേ? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് പെർ kg നമുക്ക് കിട്ടത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതും ക്യാൻസൽ ആയിട്ട് 0 എന്ന് വരും. ഇനി നമ്മൾ ആ 2,500നെ 8 കൊണ്ടൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഇതിനെ ഈ 2 സീറോസിനെ നമുക്ക് 2 വെച്ചൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ബാക്കി നമുക്ക് ഇവിടെ ഒരു 2 വരും. ഇവിടെ നമുക്ക് 5 and 5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 25 into 5 into 5 25. അങ്ങനെ 625 എന്ന് മുകളിൽ വരും. ആൻഡ് 625യുടെ പകുതി ബൈ 2 അതെന്ന് പറഞ്ഞാൽ എത്ര വരും? 312.5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആൾ 1 കിലോ വാങ്ങിക്കുന്ന 200 രൂപയ്ക്ക് ആൻഡ് ആൾ വിൽക്കുന്നത് എത്രയാണ്? 312.5 വിൽക്കണം 1 കിലോ. എന്നാൽ മാത്രമേ ആൾക്ക്, അപ്പോൾ ഓപ്ഷൻ ബി 312.5 ഇതിൽ വിറ്റ ആൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന അതേ പ്രോഫിറ്റ് ആൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ആള് നമ്മൾ 100 എന്നൊരു സംഭവം വാല്യൂ എടുത്ത് ചെയ്തതിന്റെ റീസൺ എത്രയേ ഉള്ളൂ? അവിടെ 20% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പെർസെൻറ്റേജ് വെച്ച് എടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്ത് ആദ്യത്തെ 100 kg എടുത്ത് ചെയ്തത്. 100 തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 10 kg എടുത്തും ചെയ്യാം.
10 kg 20% വേസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ 2 വേസ്റ്റ് ആയി, ബാക്കി 8 ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ എടുത്ത് ചെയ്യാം, ഒരു കുഴപ്പവും വരത്തില്ല. ഓക്കെ, നമ്മൾ യൂഷ്വലി ബേസ് ആയിട്ട് എടുക്കുന്ന 100 ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ 100 എടുത്ത് ചെയ്തത്. ഇവിടെ ക്വസ്റ്റിൽ 100 kg തന്നിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് അത് അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമുക്ക് അവിടെ 1 കിലോയും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി 100 എടുത്ത് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അവിടെ ക്വസ്റ്റിൽ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ഒരു കിലോ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയേനെ. പക്ഷേ ഇവിടെ നമുക്ക് ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും എടുത്ത് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പവും നമുക്ക് വരത്തില്ല. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ആൻ ഐറ്റം ഈസ് സോൾഡ് അറ്റ് 10% discount to Rohit and a 30% discount to Abhishek and difference between their selling price is 240, find the marked price of the article. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഐറ്റം അത് റോഹിതിന് വിൽക്കുമ്പോൾ 10% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്, ആൻഡ് നമ്മുടെ അഭിഷേകിന് വിൽക്കുന്ന സമയത്ത് 30% ഡിസ്കൗണ്ടിലും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രണ്ട് പേരുടെയും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നതിൽ വ്യത്യാസം 240 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് ഇതിന്റെ മാർക്ക് പ്രൈസ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഏതിന്റെ മേളിലാണ്? MRPയുടെ മേളിലല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബേസ് ഈ പറഞ്ഞ MRP ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ 10%, ഇവിടെ 30%. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 20% അല്ലേ. ആ 20% എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന വ്യത്യാസം കാണുവാണ് ഈ ഇത്രയും റുപ്പീസിന്റെ വ്യത്യാസം ഇവിടെ സെല്ലിംഗ് പ്രൈസിൽ വരുന്നത്. കേട്ടോ, ഒരാൾക്ക് 10% വില കുറച്ച് കൊടുക്കുന്നു, മറ്റൊരാൾക്ക് 30% വില കുറച്ച് കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും ആ 20% വരുന്ന വ്യത്യാസം കാരണമാണ് എന്ത് വരുന്നത്? ഈ 240 രൂപയുടെ വ്യത്യാസം വരുന്നത് ഇവർക്ക് ആ വിറ്റ സാധനത്തില്ല. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് എന്താ? 20% എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ആ 240 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ആളുടെ മാർക്കറ്റ് പ്രൈസ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. 20% 240 നമ്മുടെ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 100% ആയിരിക്കും. നമ്മൾ ആ 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അത് ആൻസർ കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ 20 × 5 ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുന്നത്. 20 × 5 ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 240 × 5 ചെയ്താൽ പോരെ. അപ്പോൾ 24 × 5 നമുക്ക് എത്ര വരും? 120 എന്ത് വരും? പിന്നെ ഒരു 0 കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1200 നമുക്ക് ആൻസർ വരും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ വരും 1200. സെല്ലിംഗ് പ്രൈസും മാർക്ക് പ്രൈസ് കൂടി വരുമ്പോൾ ആരാ ബേസ് ആയിട്ട് എടുക്കുന്നത്? നമ്മൾ MP അല്ല ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ MP 100, നമ്മുടെ ഇവിടെ പക്ഷേ 2 സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. ഒന്ന് 10 വിറ്റ സെല്ലിംഗ് പ്രൈസ്, 10ന്റെ ഡിസ്കൗണ്ട് വിറ്റ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 10ന്റെ ഡിസ്കൗണ്ട് വിറ്റ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ അത് എത്ര ആയിരിക്കും? 90 ആയിരിക്കും. അതേപോലെ 30ന്റെ ഡിസ്കൗണ്ടിൽ വിറ്റ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 70 ആയിരിക്കും. അതിന് ശരിക്കും ഈ 2 സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 20 അല്ലേ. ആ 20 ആണ് അവർ 240 എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 20 എത്ര എന്നുള്ളത് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? ആ 100 എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചു, ആൻസർ വന്നു നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന്? ജസ്റ്റ് 2 സ്റ്റെപ്സ്. നമുക്ക് അവിടെ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ വരും. 2 സ്റ്റെപ്പ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു ചെറിയ കമ്പാരിസൺ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവ നോക്കി തന്നെ ആൻസർ എടുക്കാൻ പറ്റും. 20% 240 ആണെങ്കിൽ 20 × 100 ആണ്, 20 × 5 ആണ് 100. അങ്ങനെയാണെങ്കിൽ 240 × 5 1200. നിങ്ങൾക്ക് 5ന്റെ ഷോർട്ട് കട്ട് കൂടി അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് വെച്ച് അങ്ങ് എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു പാർഷ്യൽ സെല്ലിംഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ പാർഷ്യൽ സെല്ലിംഗിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിൽ അത്യാവശ്യം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരുപാട് എക്സാംസിൽ ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ബാങ്ക് എക്സാംസിൽ ചോദിക്കുന്നുണ്ട്. ഈ ടൈപ്പിനെ പറയുന്നത് പാർഷ്യൽ സെല്ലിംഗ് എന്നാണ് ഈ ഒരു ടൈപ്പിനെ പറയുന്നത്. അപ്പോൾ എങ്ങനെ എടുക്കാം? വളരെ പെട്ടെന്ന് എങ്ങനെ എടുക്കാം? ഇക്വേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് നോക്കാം. രമേഷ് പർച്ചേസ് എ ലാൻഡ് ഫോർ ₹4,000, 45,000 നമ്മുടെ കോസ്റ്റ് പ്രൈസ് 45,000 ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് സോൾഡ് 3/5 പാർട്ട് അറ്റ് എ ലോസ് ഓഫ് 5%. അപ്പം 3/5 നമുക്ക് അവിടെ നിന്ന് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. 5 പാർട്ട് ഉണ്ട് മൊത്തം. ആ 5-ല് അപ്പൊ 3/5 എന്ന് പറയുമ്പോൾ മൊത്തം 5 ഉണ്ട്. അതിൽ 3 എണ്ണം ആൾ എത്രയിലാണ് വിറ്റേക്കുന്നത്? 5% ലോസിലാണ് വിറ്റേക്കുന്നത്, 5% ലോസിൽ. ഇനി അവിടെ പറയുന്ന ഹൗ മച്ച് % ഓഫ് പ്രോഫിറ്റ് ഷുഡ് ബി സോൾഡ് ദ റിമൈനിങ് പാർട്ട്. റിമൈനിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഉണ്ടായിരിക്കും? ഇവിടെ 3 ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി ഇവിടെ എത്ര ഉണ്ടായിരിക്കും? 2 ഉണ്ടായിരിക്കും. അത് എന്ത് % പ്രോഫിറ്റിലാണ് വിൽക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. സോ ദാറ്റ് ഹി മെയ്ഡ് 15% പ്രോഫിറ്റ് ഓൺ ദി ഹോൾ. മൊത്തം ആൾക്ക് എത്ര കിട്ടണം? 15% പ്രോഫിറ്റ് കിട്ടണം. ഇനി ഇതിനെ ഇക്വേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി നമുക്ക് കമ്പൈൻഡ് ആവറേജിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു കമ്പൈൻഡ് ആവറേജ് കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം. എങ്ങനെയെന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന 3 എണ്ണം 5% ലോസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ 3 × ലോസ് ആണെങ്കിൽ -5 എന്ന് എടുക്കുക. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ പ്ലസ് എന്ന് എടുക്കുക. പ്ലസ് അടുത്ത 2 എണ്ണം പ്രോഫിറ്റ് ഇല്ല. സോ 2 × പ്രോഫിറ്റ് നമുക്ക് X എന്ന് എടുക്കാം. ആൻഡ് ഡിവൈഡഡ് ബൈ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. നോക്കിയേ നമ്മുടെ കമ്പൈൻഡ് ആവറേജ്. അപ്പം 3 × എത്ര എണ്ണം, 2 × എത്ര എണ്ണം ബൈ മൊത്തം 5 ഈക്വൽ ടു മൊത്തം എത്ര പ്രോഫിറ്റ് വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്? 15%. നോക്കിയേ, ജസ്റ്റ് പെർസെൻറ്റേജ് ഒന്നും എടുക്കേണ്ട, ജസ്റ്റ് ആ വാല്യൂസ് എടുത്താൽ മാത്രം മതി. പിന്നെ പ്രോഫിറ്റ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, ലോസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ഇനി അതൊന്ന് സോൾവ് ചെയ്യാം. വളരെ പെട്ടെന്ന് ആൻസർ വരും. അടുത്ത ലൈൻ ആൻസർ വരും 3 × -5 -15
പ്ലസ് 2 ഇൻറ്റു എക്സ് 2x ഈക്വൽ ടു 5 ഇൻറ്റു 15 75. അങ്ങനെ ഈ -15 ഇപ്പുറത്ത് വരുമ്പോൾ +15 ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2x ഈക്വൽ ടു നമുക്ക് 75 + 15 നമുക്ക് 90 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 90യുടെ ഹാഫ് 45 എന്ന് വരും. ഇനി പെർസെൻറ്റേജ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ആൻസർ എത്ര വരും? 45% ഓപ്ഷനിലേക്ക് വന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ, നമുക്ക് ഇപ്പം ഇതൊക്കെ അറിയാവുന്ന ഒരാൾക്ക് ഈ സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇത്രയുള്ള സ്റ്റെപ്സ് വളരെ പെട്ടെന്ന് ആൻസർ വരും. സോ 45% എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, ഇത് മറന്നുപോലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ്. വളരെയധികം എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്. ആൻഡ് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് ആൻസർ എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും അവിടെ ഒരു CP തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. അത് യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ ആൻസർ എടുത്തേക്കുന്നത്. ആ 45,000 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് ഫോർമുലയൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. A dealer purchased a washing machine. He allows a discount of 10% on its marked price and gains rupees 4,000. If he allows a discount of 20% on its marked price and gains rupees 3,300. നോക്കിയേ, 2 ഡിസ്കൗണ്ട് അല്ല അവിടെ പറയുന്ന. ഒരേ ആർട്ടിക്കളുടെ മേളിൽ 2 ഡിഫറെന്റ് ഡിസ്കൗണ്ട്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുമ്പും ചെയ്തില്ലേ? അപ്പോൾ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ 2 റിയൽ വാല്യൂ കൂടി തന്നിട്ടുണ്ട്. പക്ഷേ എളുപ്പമാണ്, റിയൽ വാല്യൂ തന്നിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ എടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എടുക്കാം. ആദ്യമേ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഇവിടെ 10% ഡിസ്കൗണ്ടും ഇവിടെ 20% ഡിസ്കൗണ്ട്. ആൻഡ് ഈ 2 ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 400 രൂപയും മറ്റേത് 330 രൂപയെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് പ്രോപ്പർലി പറയുവാണെങ്കിൽ 100 രൂപയുടെ സാധനമാണെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 100 രൂപയുടെ സാധനത്തിന് ആൾ ഒരെണ്ണം വിൽക്കുന്നത് 10% ഡിസ്കൗണ്ടിൽ, 10% വില കുറച്ച്. 10% വില കുറച്ച് എത്രയിലായിരിക്കും വിൽക്കുന്നത്? 90-ലായിരിക്കും വിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ MP എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് പോയിട്ട് ഇതാണ് നമ്മുടെ SP എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആൾ വിൽക്കുന്ന എത്രയിലാണ്? 20% ഡിസ്കൗണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ 10-നും 20-യും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങ് എടുത്താൽ മതി ആക്ച്വലി. പക്ഷെ ഒന്ന് നല്ലപോലെ മനസ്സിലാവാൻ പിന്നെ റിയൽ വാല്യൂ കൂടി തന്നിട്ടുണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൾ ഇത് വിൽക്കുന്ന എത്രയിലാണ്? 80. ഇനി ക്വസ്റ്റനിൽ അത് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആൾക്ക് ഈ പറഞ്ഞ ഓൺ ഇറ്റ്സ് മാർക്ഡ് പ്രൈസ് ആൻഡ് ഗെയിൻസ് rupees 4,000. ആൾക്ക് ഇവിടെ 4,000 രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. എൻ്റെ അടുത്ത കേസിൽ ആൾക്ക് ഡിസ്കൗണ്ട് ഇത്രയും കൊടുക്കുമ്പോൾ ആൾക്ക് 3,300 രൂപയാണ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത്. ലൈക്ക് അതെ, പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്, ഗെയിൻ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ശരിക്കും ഈ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 4,000-ഉം ഈ 3,300-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ വരുന്ന പെർസെൻറ്റേജിലുള്ള വ്യത്യാസം കാരണമല്ലേ വരുന്നത്? എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 10-നും 20-യും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 10% ആണെന്ന് പറഞ്ഞില്ലേ? ആ 10% സെല്ലിംഗ് പ്രൈസിൽ ഈ ഒരു വ്യത്യാസം വരുന്നതുകൊണ്ടല്ലേ ആ ഒരു പ്രോഫിറ്റിൽ ഈ ഒരു വ്യത്യാസം വരുന്നത്? അങ്ങനെയാണെങ്കിൽ ആ 10% എന്ന് പറഞ്ഞ ഈ ഒരു ഡിഫറൻസ്, നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ വരുന്ന ഡിഫറൻസ്, ആ ഡിഫറൻസ് കാരണമല്ലേ നമ്മളുടെ ആ ഒരു പ്രോഫിറ്റ് ആയ 4,000-ഉം നമ്മുടെ ആ 3,300-ഉം തമ്മിലുള്ള ഡിഫറൻസ് ആയ 700 റുപ്പീസിന്റെ ഡിഫറൻസ് വരുന്നത്? ഈ 10% ഇവിടെ വ്യത്യാസം വരുന്ന കാരണമാണ് ഈ ലാഭത്തിലും 700 രൂപയുടെ വ്യത്യാസം വരുന്നത്. 90-ൽ കൊടുക്കുമ്പോഴും 80-ൽ കൊടുക്കുമ്പോഴും. അങ്ങനെയാണെങ്കിൽ ആ 10% ആണ് നമ്മുടെ ഈ 700 എങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? മാർക്ഡ് പ്രൈസ് അല്ലേ? അപ്പോൾ മാർക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ 100 അല്ല മാർക്ഡ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ 10 എന്ന് പറയുന്ന 700 ആണെങ്കിൽ ഈ 100 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 7,000 ആയിരിക്കണ്ടേ? സിമ്പിളായിട്ട് നോക്കിയാൽ നമുക്ക് അവിടെ ഫോർമുലാസോ ഇക്വേഷൻസോ ഒന്നുമില്ല. ഈവൻ നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെന്തി ആവും. നമുക്ക് അത് ചുമ്മാ അവിടെ നോക്കിയെടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റിൽ 700 രൂപ വ്യത്യാസം, വിറ്റതിൽ 10% വ്യത്യാസം. അങ്ങനെ ഈ 10% വ്യത്യാസം എന്ന് പറഞ്ഞാണ് 700 ചോദിച്ചിരിക്കുന്ന MP ആണ്. അങ്ങനെയാണെങ്കിൽ ആ 100% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 100 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഒരു 0 ഇട്ട് കൊടുത്താൽ പറയും 7,000 ആൻസർ വരും. നിങ്ങൾക്ക് പെയിനും ഇവിടെ ആവശ്യമില്ല. ഇതാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അവിടെ ഇവർ ഈ പ്രോഫിറ്റിന്റെ വാല്യൂ തന്നിട്ടില്ലായിരുന്നു. അവിടെ കുറച്ചും ഡിഫറെന്റ് ആയിട്ട് ഡിഫറൻസ് എന്താന്ന് അവർ തന്നെ തന്നായിരുന്നു. അവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഡിഫറൻസ് സംതിങ് 240 ആണെന്നെന്തോ അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഡിഫറൻസ് ആരെടുക്കണം? നമ്മൾ എടുക്കണം. ആ വ്യത്യാസമാണ് വരുന്നത്. അവർ ആ 2 പ്രോഫിറ്റ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ എടുക്കുന്നത്. അവിടെ സെല്ലിംഗ് പ്രൈസിലെ വ്യത്യാസം 240 എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഈ പറയുന്ന സെല്ലിംഗ് പ്രൈസിലെ വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? CP പ്ലസ് പ്രോഫിറ്റ് അല്ലേ? CPയിൽ വ്യത്യാസം വരൂ? ഇല്ല. എവിടെ വ്യത്യാസം വരുന്നത്? ആ പ്രോഫിറ്റിലല്ലേ വ്യത്യാസം വരുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നതല്ലേ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ശരിക്കും ഈ സെല്ലിംഗ് പ്രൈസിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിന്റെ ഡിഫറൻസ് ആയിരിക്കും? ശരിക്കും പ്രോഫിറ്റിലെ ഡിഫറൻസ് ആയിരിക്കത്തില്ലേ? ആ ഡിഫറൻസ് അല്ലെ ഈ സെല്ലിംഗ് പ്രൈസിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റിൽ വരുന്ന വ്യത്യാസമാണ് സെല്ലിംഗ് പ്രൈസിലെ വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതാണ് 700 എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ അത് എടുക്കാൻ പറ്റും. അപ്പം വീണ്ടും പറയുവാണ്, മറന്നുപോലെ ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നാൽ എപ്പോഴും നിങ്ങളുടെ അപ്രോച്ച് എന്ന് പറയുന്നത് 2 ഡിസ്കൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതിനെ അവിടുത്തെ നിൽക്കുന്ന റിയൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുക.
എന്നിട്ട് 100% എടുത്താൽ ആദ്യം നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്കറ്റ് പ്രൈസ് എന്താണെന്നുള്ളത് കിട്ടും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. എ സെല്ലർ മിക്സസ് 26 kg റൈസ് of a price of rupees 20 per kg with 30 kg of different variety of a different rice of a price of rupees 36 per kg. He sells both the mixed rice at rupees 30 per kg. What will be the profit in percent? അപ്പോൾ നമുക്ക് എക്സാമിൽ യൂഷ്വലി വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ആൻഡ് ഈ ഒരു വാല്യൂസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഈ ക്വസ്റ്റൻ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും തെറ്റുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാല്യൂ എടുക്കുന്ന സമയത്താണ് മാറിപ്പോകുന്നത്. എപ്പോഴും വാല്യൂസ് ഒക്കെ തന്നെ വളരെ അടുത്തായിട്ടുള്ള ഒരേപോലെ കാണാൻ ഒരേപോലെയൊക്കെ ഇരിക്കുന്ന വാല്യൂസ് ആയിരിക്കും. 20, 30, 26, 36, 30 നോക്കി എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, വളരെ ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആള് ആദ്യമേ ഈ മിക്സ് ചെയ്യുന്നത് വെച്ച് നമുക്ക് കോസ്റ്റ് പ്രൈസ് എടുക്കാം. ആൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, 26 kg റൈസിനെ 26 ഞാൻ യൂണിറ്റ് കൂടി എഴുതിപ്പോകാൻ ഡൗട്ട് വരാതിരിക്കാൻ 1 kg 20 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി ആൾ എടുക്കുന്നുണ്ട്. ലൈക്ക് 26 കിലോ 20 രൂപയുടെ റൈസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് 30 കിലോ 36 രൂപ 1 കിലോയ്ക്ക് വില ഉള്ള റൈസിന്റെ കൂടെ മിക്സ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ CP എത്രയാണെന്ന് കിട്ടും. നമുക്കത് പിന്നെ സോൾവ് ചെയ്യാം, തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇനി ആൾ ഇതിനെ വിൽക്കുന്നത് എങ്ങനെ, ആൾ ഈ മൊത്ത കിലോ എന്ന് പറഞ്ഞാൽ 26 കിലോയും 30 കിലോയോട് ചേരുമ്പോൾ എത്ര വരുന്നുണ്ട്, 56 കിലോ വരുന്നുണ്ട്. ഈ 56 കിലോ ആൾ വിൽക്കുന്നത് എങ്ങനെ, 1 കിലോ 30 രൂപ വെച്ചാൽ മിക്സ് ചെയ്തിട്ട് വിൽക്കുന്നത്. 30 റുപ്പീസ് വെച്ച്. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സെല്ലിംഗ് പ്രൈസും കിട്ടും. ഇനി കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മൈനസ് ചെയ്താൽ പോരെ, സോൾവ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഈ പറഞ്ഞ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫുള്ള് സോൾവ് ചെയ്തിട്ട് വേണമെങ്കിൽ മൈനസ് ചെയ്യാം. ഓക്കെ, ഓർ അതർവൈസ് ഞാൻ അത് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഞാൻ അവിടുത്തെ ആ കാൽക്കുലേഷൻ ഒന്ന് ഉപയോഗിക്കുകയാണ്. ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി തമ്മി മൈനസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെ ഇങ്ങനെ അസ്യൂം, ഈ 56 കിലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാമല്ലോ, 26 കിലോ 30 രൂപയ്ക്കും ബാക്കി 30 കിലോ 30 രൂപയ്ക്കും എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇതിനെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ അത് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതിന് പകരം ഇങ്ങനെ അസ്യൂം ചെയ്യാം. ഇവിടെ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആദ്യത്തെ 26 കിലോനെ ആൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, 30 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ആൻഡ് ബാക്കിയുള്ള ഇപ്പോൾ അടുത്തുള്ള 30 കിലോയും ആൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, 30 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതാണ് നമ്മൾ ഒരുമിച്ച് 56 കിലോ എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് ഇങ്ങനെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. എങ്ങനെ, ഇവിടെ 26 കിലോ 20 രൂപയ്ക്കും ഇവിടെ 26 കിലോ 30 രൂപയ്ക്കാണ് വിൽക്കുന്നത്. എന്നാൽ എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്, 10 രൂപയുടെ വ്യത്യാസമുണ്ട്. എത്ര കിലോയിൽ, 26 കിലോയിൽ. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര റുപ്പീസിന്റെ വ്യത്യാസം വരും, 26 കിലോയിൽ 10 രൂപയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 260 രൂപയുടെ വ്യത്യാസം വരുന്നില്ലേ. അപ്പോൾ ആൾക്ക് 260 രൂപ ഇവിടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഓക്കെ, എക്സ്ട്രാ കിട്ടുന്നുണ്ട് 260 രൂപ. പക്ഷെ അടുത്ത് നോക്കിക്കേ, 36 കിലോയുടെ റൈസ് അല്ലേ, ആ 36 രൂപയുടെ റൈസ് അല്ലേ, അതിനല്ലേ 30 വിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഒരു നഷ്ടമല്ലേ അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം 36 രൂപയുടെ റൈസിനെയാണ് 30 കിലോ 36 രൂപയുടെ റൈസാണ് വിൽക്കുന്നത്. പക്ഷെ അത് അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്നത് അതിനെയാണ് ആൾ എങ്ങനെ വിൽക്കുന്നത്, 30 കിലോനെ 30 രൂപയ്ക്ക് വിൽക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആൾക്ക് ഇവിടെ ഒരു നഷ്ടം വരും. എത്രയാണ് നഷ്ടം വരുന്നത്, 6 രൂപ വെച്ച് 30 കിലോയിൽ. അപ്പോൾ 6 രൂപ വെച്ച് 30 കിലോയിൽ വ്യത്യാസം വന്നാൽ എത്ര വരും, 6 × 30 180 രൂപയുടെ വ്യത്യാസം വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് ശരിക്കും ഇതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് എത്ര, 80 അല്ല ഇവിടുന്ന് വരുന്ന പ്രോഫിറ്റ്. ചോദിച്ചിരിക്കുന്നത് എന്താ, ആളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എടുക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രോഫിറ്റ് ബൈ CP എടുത്താൽ പോരെ. നിങ്ങൾക്ക് ആ മേളത്തെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മൈനസ് ചെയ്ത് എടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഈ പറഞ്ഞ മേളത്തെ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അപ്പം അങ്ങനെ ഈ പ്രോഫിറ്റ് 80, പക്ഷേ മേളത്തെ വാല്യൂവിനെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ തൽക്കാലം അതിനെ അങ്ങനെ തന്നെ അങ്ങ് ഇടുവാണ്. സോ 26 × 20 പ്ലസ് നമ്മളുടെ 30 × 36. ഞാൻ അതിനെ അതേപോലെ തന്നെ പ്ലേസ് ചെയ്യുക. പിന്നെ പെർസെൻറ്റേജ് ആയിട്ട് × 100 കൂടി ഞാൻ അവിടെ എടുക്കുകയാണ് സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാം. സോ ആദ്യം തന്നെ ഞാൻ ഈ 0s ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യുക. ഈ സീറോയും ഇവിടുത്തെ ഈ 0യും ക്യാൻസൽ ചെയ്യുക. ഇനി എനിക്ക് ഇവിടുത്തെ 8 ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, 8 ക്യാൻസൽ ചെയ്യാൻ പറ്റും. പക്ഷേ 8 ഫുള്ള് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, 4 ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ഞാൻ ഇവിടെ 2 എടുക്കുക. ഇവിടുന്ന് ഞാൻ ഈ 2ഉം ഇവിടുന്ന് ഒരു 2 കൂടി ക്യാൻസൽ ചെയ്ത് ഇവിടെ 13 വരും. ഇവിടുന്ന് ഞാൻ ഈ ഫുൾ 4 അങ്ങ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ 9 വരും. സോ ഇനി ബാക്കിയുള്ളത് എന്താ, മുകളിൽ ഒരു 2 ഉണ്ട്. ആൻഡ് അവിടെ ആ 0 കൂടി ഇവൻ എടുത്തേക്കാൻ 200. താഴെ 13 പ്ലസ് നമുക്ക് 3 × 9 27. അപ്പോൾ 13 പ്ലസ് 27 നമുക്ക് എത്ര വരും, നമുക്കത് 40 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 200/40 എന്ന് വരും. ആൻഡ് 200/40 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാ, അല്ലെങ്കിൽ എത്ര വരും, 5 എന്ന് വരും.
ആണെങ്കിൽ 5% ആണ് നമ്മുടെ ആൻസർ. അത് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. ഞാൻ ഒരുപാട് കാൽക്കുലേഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ലൈക്ക് ഞാൻ അവിടെ സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ കാൽക്കുലേഷൻ ഒരുപാട് പോയിട്ടില്ല. ഞാൻ കാൽക്കുലേഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഇത് സോൾവ് ചെയ്യാറുന്നത് ആൻഡ് ഇതും സോൾവ് ചെയ്യാറുണ്ട്. പക്ഷേ സോൾവ് ചെയ്തിരുന്നെങ്കിലും നമുക്ക് ആൻസർ വരും, പക്ഷേ എനിക്ക് തോന്നുന്നു അത് സോൾവ് ചെയ്യാൻ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പം അതിന് പകരം നമ്മൾ ഈ ആവറേജിലൊക്കെ ചെയ്യുന്ന ഡീവിയേഷൻ പോലത്തെ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ വരുന്ന ഡിഫറൻസിങ് എടുത്താൽ മതി പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും എങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെന്ന്. അപ്പോൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് എനിക്ക് മനസ്സിലായ ലാസ്റ്റ് 3 ഇയേഴ്സ് SBIയുടെ ക്വസ്റ്റൻസ് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 2 സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ 2 ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം അവിടെ വരുന്ന വേരിയേഷനെ നമ്മുടെ മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് MP കണ്ടുപിടിക്കുന്ന ക്വസ്റ്റൻസ് നമുക്ക് അത്യാവശ്യം നല്ലപോലെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ മാർക്കപ്പിന്റെ ക്വസ്റ്റനാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അത് നമ്മൾ ഈ സെഷനിൽ ചെയ്തിട്ടില്ല, അടുത്ത വരുന്ന സെഷനിലായിരിക്കും ചെയ്യുന്നത്. ബിക്കോസ് അത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് അടുത്ത സെഷനിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റനിൽ ചെയ്ത ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്വസ്റ്റൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ SBIയുടെ ക്ലർക്കിൽ ചോദിച്ചത്. സോ നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആൻഡ് ഉടനെ തന്നെ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഇനി കുറച്ച് ക്വസ്റ്റൻസ് കൂടി ബാക്കിയുണ്ട് ലാസ്റ്റ് 3 ഇയേഴ്സിൽ. നമുക്ക് അത് ആയിട്ട് നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. റിമൈനിങ് ക്വസ്റ്റൻസ് നമ്മൾ ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെഫിനറ്റ്ലി ബാക്കി SSC CGLും അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേയുടെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഇവിടെ ബാക്കി റിമൈനിങ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. NTPC ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി വരുന്ന സെഷനിൽ ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.